ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഫോൺ കോളായോ നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു സൂചന തരും. ആ സൂചന നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് വർക്കിംഗ് ആകാൻ പോകുന്നു എന്നാണ്. ഹായ് മൈ ബ്യൂട്ടിഫുൾ ലിലീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വളരെ കുറഞ്ഞ ടൈം മാത്രമേ നമുക്കിതിനായി ആവശ്യമുള്ളൂ. നിങ്ങളൊരു കരിയറിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഇങ്ങനെ എന്തിനു വേണ്ടിയെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ഡോണ്ട് മിസ് ഇറ്റ്. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പീസ് പേപ്പറും ഒരു പില്ലോയുമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് പില്ലോ മാനിഫെസ്റ്റേഷൻ അല്ലേ എന്ന്. യെസ്, ഇറ്റ്സ് പില്ലോ മാനിഫെസ്റ്റേഷൻ. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നിങ്ങളും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക, അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിനായി നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക. ഇനി അതിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായി എഴുതുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവൻ്റെ പേര് എഴുതുക. ഇത് 7 തവണയാണ് എഴുതേണ്ടത്. എന്തിനാണ് ഇങ്ങനെ 7 തവണ എഴുതുന്നത് എന്നല്ലേ? ഈ 7 ഒരു മിസ്റ്റിക്കൽ നമ്പറാണ്. ഇറ്റ്സ് എൻ അബൻഡൻസ്, അതായത് സമൃദ്ധിയുടെ നമ്പറാണ്. സോ ഈ വാചകങ്ങൾ 7 പ്രാവശ്യം എഴുതി പില്ലോ കവറിനുള്ളിൽ സ്ഥാപിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നല്ലേ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതവിടെ കിടക്കും. പിന്നീട് അത് ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. ഇനി ചിലർ ഫീൽ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞവർക്കുള്ള മെത്തേഡ് ഞാൻ പറയാം. ഈ 7 തവണ എഴുതിയ ഈ ഒരു പേപ്പർ, ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം, അത് പൗഡർ ആവാം, സ്പ്രേ ആവാം, അല്ലെങ്കിൽ അത്തറാവാം, ഇതിലേതെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഓർമ്മകൾ കൊണ്ടുവരുന്ന പെർഫ്യൂം ആണെങ്കിൽ വളരെ നല്ലത്. ഇനി ഇത് ത്രികോണം ഷേപ്പിൽ മടക്കുക. ഇനി അതിൻ്റെ മറുപുറത്തിൽ താങ്ക് യു എന്ന് എഴുതാം. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇനി കണ്ണ് രണ്ടും അടച്ച് അതിലെഴുതിയ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കടലാസ് സ്മെല്ല് ചെയ്ത് നോക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ ഇത് 3 തവണ ആവർത്തിക്കുക. ശേഷം പില്ലോ കവറിലേക്ക് ആ കടലാസ് വെച്ചിട്ട് നിങ്ങൾക്കതിൽ ഉറങ്ങാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഫോൺ കോളായോ നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു സൂചന തരും. ആ സൂചന നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് വർക്കിംഗ് ആകാൻ പോകുന്നു എന്നാണ്. സോ ലെറ്റ് ഇറ്റ് ഗോ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതേക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ സമയാസമയങ്ങളിൽ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നോക്ക്, നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ ഫലമുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ നാളെ തന്നെ അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, അല്ലേ? ഈ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട്. അതിനായി കാത്തിരിക്കുന്നവരെ യൂണിവേഴ്സ് നിരാശപ്പെടുത്തുന്നില്ല. സേ താങ്ക് യു ഓൾവേസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.